ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രഹനില കറക്റ്റ് ആണെങ്കിൽ ഒരു ജോത്സ്യന് അത് മുഴുവൻ ജനനം മുതൽ മരണം വരെയുള്ള കണക്ക് മനസ്സിലായിരിക്കും. അത് ആ ഡേറ്റ് ഓഫ് ബർത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലായോ? അപ്പം ആ കുട്ടി എങ്ങനെ വരും, ഏത് രീതിയിൽ വരും, എങ്ങനെയൊന്നും നമുക്ക് ചിന്തിച്ച് പറയാൻ പറ്റും. ഓക്കെ. ഇപ്പൊ നമ്മൾ കാണുന്നത് പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് പൂർവികരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പലർക്കും പൂർവ്വജന്മത്തിലെ കുഴപ്പങ്ങൾ, പിന്നെ പൂർവികരായിട്ടുള്ള പ്രശ്നങ്ങൾ, പിതുക്കളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പല രീതിയിലും കുടുംബക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലാതിരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഓരോ കുടുംബത്തിലും. അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് ഒരു വ്യക്തിത്വമാണ് സ്ത്രീ എന്ന് പറയണത്. അപ്പൊ അവരുടെ പ്രാക്ക്, കരച്ചില്, അപമൃത്യു, അതൊക്കെ ആ കുടുംബത്തിന്റെ തലമുറയ്ക്ക് ദോഷമുണ്ട്. അതെ, ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് 2 ചേട്ടന്മാരുണ്ട്. അവര് രണ്ടുപേർക്കും ഇവര് ഭയങ്കര വലിയ വീട്ടിലെ ആളുകളായിരുന്നു, വലിയ വീട്ടിലുള്ള കുട്ടികളായിരുന്നു. പക്ഷെ ഞാൻ ജനിച്ചപ്പോ അവര് വലിയ ചേട്ടന്മാരാണ്. പക്ഷെ അവർക്ക് വീടില്ല. അവര് ഇപ്പം എന്താ പറയാ, ഒന്നുമില്ലാത്ത, വീടുമില്ല, സ്ഥലമില്ല, ഒന്നുമില്ലാതെ എല്ലാം നശിച്ചു പോകും. അതാണ് ആ പ്രാക്കുദോഷം എന്ന് പറഞ്ഞ ശാപദോഷം. സ്ത്രീ ശാപം എന്ന് പറഞ്ഞാൽ എത്ര തലമുറ കഴിഞ്ഞാലും മാറില്ല.